Hello everyone and welcome to Club 69. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. നമ്പർ 1, എന്തിനാണ് നമ്മുടെ ഹാർഡ് ഏൺ മണി ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമ്പർ 2, ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്പർ 3, നമ്മുടെ സേവിങ്സ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അസറ്റ് ടൈപ്സ് ഏതൊക്കെയാണ്? നമ്പർ 4, എങ്ങനെയാണ് ഒരാൾ അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് ഒരാൾ അയാളുടെ ഹാർഡ് ഏൺ മണി ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആകുന്നത് അതിൻ്റെ ഫ്യൂച്ചർ ബെനിഫിറ്റ് കൊണ്ടാണ്. ഒരാൾ അയാളുടെ സേവിങ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അയാളുടെ ഫ്യൂച്ചർ ലൈഫ് ബെറ്റർ ആക്കാനും സെക്യൂർ ആക്കാനും വേണ്ടിയിട്ടാണ്. നമുക്കാർക്കും അറിയില്ല നമ്മുടെ ഭാവി എങ്ങനെ ആയിരിക്കുമെന്ന്. ഇന്ന് നമുക്കുള്ള പല കാര്യങ്ങളും നാളെ ഉണ്ടാകണമെന്നില്ല. ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും നമ്മുടെ ഭാവി ജീവിതം നല്ലതായിരിക്കുമെന്നും അതിനൊരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്നും. ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നാളെ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സന്തോഷത്തോടെയും ഭാവിയെപ്പറ്റി പേടിക്കാതെയും ജീവിക്കാൻ സാധിക്കും. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ലോങ് ടേമിലേക്കും ഷോർട്ട് ടേമിലേക്കും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. റീസൺസ് ടു ഇൻവെസ്റ്റ്. അടുത്തത് നമ്മുടെ സേവിങ്സ് ക്യാഷായി കയ്യിൽ വയ്ക്കാതെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ 3 ഇമ്പോർട്ടൻറ്റ് റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, ടു അച്ചീവ് ഫൈനാൻഷ്യൽ ഗോൾസ്. ആദ്യത്തെ റീസൺ അത് നമ്മുടെ ഭാവിയിലെ സാമ്പത്തികപരമായിട്ടുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നേടിയെടുക്കുക എന്നതാണ്. ഫോർ എക്സാമ്പിൾ, ബെറ്റർ ഹോം, ക്വാളിറ്റി വെക്കേഷൻസ്, ബെറ്റർ കാർ, എക്സെട്ര. നമ്പർ 2, ഗ്രോ യുവർ മണി ആൻഡ് ക്രിയേറ്റ് വെൽത്ത്. നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് നമ്മുടെ സേവിങ്സിൻ്റെ വാല്യൂ കൂട്ടാൻ സാധിക്കും. ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് അവസാനിക്കുന്ന സമയത്ത് അയാളുടെ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ഒരു നല്ല എമൗണ്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. ആ ലക്ഷ്യങ്ങൾ ചിലപ്പോൾ റിട്ടയർമെൻറ്റ്, മാരേജ്, ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ, ഹൗസ് പർച്ചേസ് എന്നിവയൊക്കെ ആവാം. നമ്പർ 3, ഫൈറ്റ് ഇൻഫ്ലേഷൻ. ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഭാവിയിലെ വിലക്കയറ്റങ്ങളും നമ്മുടെ ജീവിത ചെലവ് കൂടുന്നതെല്ലാം നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ജീവിത ചെലവുകൾ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇതിനെ മാനേജ് ചെയ്യണമെങ്കിൽ വിലക്കയറ്റങ്ങളുടെ കൂടെ നമ്മുടെ സേവിങ്സും ഗ്രോ ചെയ്യണം. നെക്സ്റ്റ്, പോപ്പുലർ അസറ്റ് ടൈപ്സ്. ഇനി ഈ പറഞ്ഞ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നമ്മുടെ ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യും നോക്കാം. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എടുക്കാൻ പറ്റുന്ന റിസ്ക് അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അസറ്റ് ക്ലാസ് ഏതാണെന്നും ആ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന റിട്ടേൺ എത്രയാണെന്നുമാണ്. പോപ്പുലർ ആയിട്ടുള്ള അസറ്റ് ടൈപ്സും അതിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന റിട്ടേൺസ് എത്രയൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെൻറ്റ്സ്. ട്രഡീഷണലി നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ഫിക്സഡ് ഇൻകം തരുന്ന അസറ്റ് ക്ലാസ് ആണിത്. ഇതിൽ റിസ്ക് വളരെ കുറവാണ്, അതുപോലെ റിട്ടേണും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് തരുന്ന റിട്ടേൺ ഇൻട്രസ്റ്റ് ആയിട്ടാണ്. ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്, ബോണ്ട്സ് ഇഷ്യൂഡ് ബൈ ദി ഗവൺമെൻറ്, ബോണ്ട്സ് ഇഷ്യൂഡ് ബൈ ദി ഗവൺമെൻറ് ഏജൻസീസ്, ബോണ്ട്സ് ഇഷ്യൂഡ് ബൈ ദി പ്രൈവറ്റ് കമ്പനീസ്, ഈ പറഞ്ഞതെല്ലാം ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെൻറ്റ്സിന് ഉദാഹരണമാണ്. കോമൺ ആയി ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെൻറ്റ്സിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന റിട്ടേൺ 7% to 10% ഉള്ളിലാണ്. നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒരു ഫിക്സഡ് റിട്ടേൺ ജനറേറ്റ് ചെയ്യാനും FIയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ സാധിക്കും. നമ്പർ 2, ഇക്വിറ്റി. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പബ്ലിക്കലി ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഷെയർസ് വാങ്ങി അതിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ്. അങ്ങനെ പബ്ലിക്കലി ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഷെയർസ് മേടിക്കാനും അതിൻ്റെ പാർട്ട് ഓണറാകാനും സാധിക്കുക സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ്. അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, BSE ആൻഡ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE വഴി. ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെൻറ്റ് പോലെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മുടെ ക്യാപിറ്റലിന് ഗ്യാരണ്ടി ഒന്നുമില്ല. പക്ഷേ ഇതിൽ നിന്നുള്ള റിട്ടേൺ ബാക്കിയുള്ള അസറ്റ് ക്ലാസ് വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. നല്ലൊരു ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ആവറേജ് റിട്ടേൺ 40% to 50% ആണ്. ഇത് മാർക്കറ്റ് കണ്ടീഷൻസിനനുസരിച്ച് കൂടാനും കുറയാനും സാധ്യതയുണ്ട്. നല്ല ഫ്യൂച്ചർ ഗ്രോത്ത് ഉള്ള കമ്പനി കണ്ടുപിടിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ബെറ്റർ റിട്ടേൺ ഉറപ്പുവരുത്താൻ സാധിക്കും. അത് പറയുന്ന പോലെ സിമ്പിളായിട്ടുള്ള കാര്യമല്ല, എന്നാൽ ക്ഷമയോടുകൂടി കമ്പനികളെ പറ്റി പഠിക്കുന്നതിലൂടെ നമുക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്പർ 3, റിയൽ എസ്റ്റേറ്റ്. നമുക്ക് യൂസ് ചെയ്യാനല്ലാതെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പ്രോപ്പർട്ടീസ് മേടിച്ചിടുന്നതിനെയാണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൽ കൊമേഴ്ഷ്യൽ ആൻഡ് നോൺ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓഫീസ് ബിൽഡിംഗ്, അപ്പാർട്ട്മെൻറ്റ്സ്, ഫാം ലാൻഡ്, എക്സെട്ര. റിയൽ എസ്റ്റേറ്റിൽ നിന്നും മെയിനായി 2 രീതിയിലാണ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുക. 1, റെൻ്റൽ ഇൻകം. 2, ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഓഫ് ദി പ്രോപ്പർട്ടി. അതായത് നമ്മൾ മേടിച്ച വിലയേക്കാൾ കൂടുതൽ പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ്. മറ്റുള്ള അസറ്റ് ടൈപ്സിനെ അപേക്ഷിച്ച് റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് മേടിക്കാനും വിൽക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൽ വലിയ എമൗണ്ട് ഇൻവോൾവ് ആയതുകൊണ്ട് ഒരു പ്രോപ്പർട്ടി മേടിക്കുമ്പോഴും വിൽക്കുമ്പോഴും പ്രോപ്പർട്ടി റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സിൻ്റെ ലീഗൽ വെരിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന റിട്ടേൺ എത്രയാണെന്ന് കറക്റ്റായി പറയാനും സാധിക്കുകയില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിക്ക് അനുസരിച്ച് റിട്ടേണിൽ വലിയ മാറ്റങ്ങൾ വരും. നമ്പർ 4, ഗോൾഡ്. ഗോൾഡ്, സിൽവർ പോലുള്ള പ്രീഷ്യസ് മെറ്റൽസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒരു സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ്.
നമുക്കെല്ലാവർക്കും അറിയാം ഈ മെറ്റൽസിൽ വന്നിട്ടുള്ള വില വ്യത്യാസങ്ങളെക്കുറിച്ച്. ഒരു ലോങ് ടേം പീരീഡിൽ നോക്കുകയാണെങ്കിൽ ഈ മെറ്റൽസിൻ്റെ വിലകളിൽ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന റിട്ടേൺ 7% to 8% ആണ്. ജ്വല്ലറി, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, ഗവൺമെൻറ് ഇഷ്യൂഡ് ഗോൾഡ് ബോൺസ് വഴിയൊക്കെ നമുക്ക് ഈ പ്രഷ്യസ് മെറ്റൽസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ്, ടെക്നിക് ഓഫ് അലോക്കേറ്റിംഗ് മണി ടു അസെറ്റ്സ്. അവസാനമായി എങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത അസെറ്റ് ടൈപ്സിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അസറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡ് ചെയ്ത് ഡിഫറെൻറ്റ് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസ് മാർക്കറ്റ് കണ്ടീഷൻസിനനുസരിച്ച് കൂടാനും കുറയാനും സാധ്യതയുണ്ട്. എന്നാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത അസറ്റുകളുടെ റിട്ടേൺസ് ഒരുമിച്ച് മുകളിലോട്ടും താഴോട്ടും പോയിട്ടില്ല എന്ന്. മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ഒരു അസറ്റ് ക്ലാസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ വേറൊരു അസറ്റ് ആവറേജ് അല്ലെങ്കിൽ മോശം രീതിയിലായിരിക്കും റിട്ടേൺ ജനറേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് റിസ്ക് കുറയ്ക്കാനും പോർട്ട്ഫോളിയോ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അസറ്റ് ലോസിലാണെങ്കിൽ പോലും അത് നമുക്ക് മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസ് വെച്ച് കവർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി എങ്ങനെയാണ് ഒരാൾ അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡ് ചെയ്ത് ഡിഫറെൻറ്റ് അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മുടെ ഏജിനനുസരിച്ചും നമുക്ക് എടുക്കാൻ പറ്റുന്ന റിസ്ക് അനുസരിച്ചുമാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡ് ചെയ്യേണ്ടത്. യങ് ആയിട്ടുള്ള ഒരാൾക്ക് അയാളുടെ ഏജും റിട്ടയർ ചെയ്യാനുള്ള സമയവും ബേസ് ചെയ്ത് കൂടുതൽ റിസ്ക് എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് യങ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഇൻവെസ്റ്റബിൾ എമൗണ്ടിൻ്റെ 70% ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇക്വിറ്റിയിലാണ്, 20% സേഫ് ആയിട്ടുള്ള ഒരു ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെൻറ്റിലും, ബാലൻസ് 10% പ്രീഷ്യസ് മെറ്റൽസിലുമാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ കുറച്ച് ഏജ് ഉള്ള റിട്ടയർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ അയാളുടെ ഇൻവെസ്റ്റബിൾ എമൗണ്ടിൻ്റെ 70% ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെൻസിലാണ്, 20% ഇക്വിറ്റി മാർക്കറ്റിലും ബാലൻസ് 10% പ്രീഷ്യസ് മെറ്റൽസിലുമാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഏത് അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും എത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും ഒക്കെ ഉള്ളത് പേഴ്സണൽ ചോയ്സ് ആണ്. ഓരോരുത്തർക്കും എടുക്കാൻ പറ്റുന്ന റിസ്ക്കും ഏജും അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലുള്ള പേഴ്സണൽ ആൻഡ് ഫിനാൻസ് സംബന്ധമായ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.